സൈബറിടത്തിൽ പെൺകുട്ടികളെ അപമാനിക്കാനാണ് നീക്കമെങ്കിൽ സൈബറിടത്തിൽ മാത്രമായിരിക്കില്ല മറുപടി കിട്ടുക. പൊതു ഇടങ്ങളിലും ഡിവൈഎഫ്ഐ ശക്തമായി ഇത്തരം ആളുകളെ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് പരാതി കൊടുക്കുന്ന ഇരകളെ, പെൺകുട്ടികളെ, ഇതിനകത്ത് അഭിപ്രായം പറയുന്ന ആളുകളെ സൈബറിടത്തിലോ മറ്റ് പൊതു ഇടത്തിലോ അപമാനിക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ശക്തമായ പ്രതിരോധം അവരുടെ വീട്ടുമുറ്റത്തുൾപ്പെടെ നടത്താൻ ഡിവൈഎഫ്ഐ തയ്യാറാവും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. പിന്നെ ശ്രീലേഖ ഐ പി എസ് ആണല്ലോ നേരത്തെ കേരളത്തിലെ പ്രമാദമായിട്ടുള്ള ഒരു കേസിൽ ഇടപെട്ടത്. അതിനകത്ത് പറഞ്ഞ അഭിപ്രായമെല്ലാം കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. അപ്പോൾ BJP-യുടെ അഭ്യർത്ഥന മാനിച്ച്, BJP നേതാക്കന്മാരുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണോ ഈ സൈക്കോപാത്തിനെ സംരക്ഷിക്കാൻ ശ്രീലേഖ IPS പ്രസ്താവന നടത്തിയത് എന്ന് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. എന്ത് താല്പര്യമാണ് ശ്രീലേഖ IPS-ൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ? ഈ അതിജീവിതർ കൂടെ നിൽക്കുകയല്ലേ ഈ മുതിർന്ന IPS ഓഫീസർമാരൊക്കെ ചെയ്യേണ്ടത്? അതിന് പകരം അവർ ഫേസ്ബുക്കിൽ വഴി ചോദിച്ച ചോദ്യം അങ്ങേയറ്റം മോശമായി പോയി. അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ്. അത് കേരളീയ പൊതുസമൂഹത്തിന് അപമാനകരമായ ചോദ്യമായി പോയി. അതുകൊണ്ട് പലവിധ ഭീഷണികൾ കൊണ്ട് പല ഇരകളും രംഗത്ത് വരാൻ നേരത്തെ കഴിഞ്ഞിട്ടില്ല. പതുക്കെ രംഗത്ത് വരുന്ന ഇരകളെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. ചേർത്ത് പിടിക്കുന്നതിന് പകരം ഭീഷണിപ്പെടുത്തിയും അപമാനിച്ചും അവരെ പിൻവലിപ്പിക്കാനാണ് നീക്കമെങ്കിൽ ശക്തമായ പ്രതിരോധം ഡിവൈഎഫ്ഐ തീർക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയുകയാണ്. ഈ CPM സൃഷ്ടിച്ച ഇര എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. അല്ല, CPM സൃഷ്ടിച്ച ഇരയാണോ എന്നത് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്ന കാര്യമല്ലേ. CPM-ന് അങ്ങനെ ഒരു ഇരയെ സൃഷ്ടിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ സമഗ്രമായ വികസനമാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് CPM ചർച്ച ചെയ്യുന്നത്. ആ വികസനത്തിൻ്റെ ചർച്ചയിൽ നിന്ന് ഒരു തലത്തിലും ചർച്ച വഴിമാറ്റിവിടാൻ CPIM ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ കൃത്യമായ വികസന പ്രശ്നങ്ങൾ, കേരളത്തെ ഒരു നവകേരളമാക്കി മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ എല്ലാം പ്ലാൻ ചെയ്ത് ഭംഗിയായി ഇലക്ഷൻ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് CPIM-ന് ഇമാതിരി ആരോപണങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യേണ്ട കാര്യമില്ല. ഇത് ആരോപണമല്ല. ഇങ്ങനെ പറയുന്ന ആളുകൾ ഒന്നിക്കൽ അന്ധരോ ബധിരരോ ആയിരിക്കും. അല്ലാതെ നമുക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അന്ധർക്കും ബധിരർക്കും വരെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, അവർക്ക് വരെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കേട്ടില്ല, ഇതൊന്നും കണ്ടില്ല, ഇത് ജനങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയിട്ടാണ് ഇവർ ഈ നിലയിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് ഡിജിറ്റൽ തെളിവുകളാണ്. ഈ തെളിവുകൾ നിങ്ങൾ പരിശോധിക്കുക. ഇന്നലെ വരെ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തിയുണ്ടല്ലോ, അയാൾ പറഞ്ഞിട്ടില്ല ഇതെൻ്റെ